ഓരോരോ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഈ അക്യൂസ്ഡിന്റെ ചില മൊഴികളും കൺഫഷനും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒരുപാട് ഒരു അവസര കഥ മാതിരിയൊക്കെയാണ് തോന്നുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും പോലീസ് കളക്ട് ചെയ്തതിന് ശേഷം അക്യൂസ്ഡിന്റെ കൺഫഷൻ ഉണ്ട്, അത് ശരിയാണോ അല്ല അതുമായി ബന്ധപ്പെട്ട ബാക്കി എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്യാൻ ഉള്ളതും അത് കണക്ട് ചെയ്യാൻ പറ്റതും ആയിരിക്കണം. അപ്പം ഈ കേസിൽ ഇപ്പൊ നമ്മൾ വരുന്ന കഥകളിൽ നിന്ന് പല കഥകളും വരുന്ന മോട്ടീവിനെ പറ്റി സംശയമുണ്ട്, അല്ലെങ്കിൽ ഈ കേസിന്റെ എന്താണ് ചെയ്യാൻ വേണ്ടി പ്രധാന കാരണം ഇത് മാത്രമാണോ അല്ല വേറെ വല്ല കാരണമുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ വല്ല പണസംബന്ധമായ ബന്ധമുണ്ടോ അല്ല വേറെ വല്ല വൈരാഗ്യമുണ്ടോ. അപ്പൊ ഇതിനൊക്കെ ഈ കൊലപാതകത്തിനൊക്കെ ഒരു മോട്ടീവ് വേണം. ആ മോട്ടീവ് ഈ അക്യൂസ്ഡ് പറയുന്നത് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അതും കൂടി കണക്കിലെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ പോലീസിന് വളരെ ബൃഹത്തായ പണിയാണ്. വളരെ സിസ്റ്റമാറ്റിക് സസ്റ്റെയിൻഡ് ആയിട്ടും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഓരോ തെളിവുകളും അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അത് അനലൈസ് ചെയ്തതിന് ശേഷം അതുമായി കറസ്പോണ്ടിങ് ആയ കൊറോബറേറ്റീവ് എവിഡൻസും കൂടി കളക്ട് ചെയ്തതിന് ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പോലീസ് അത് സംശയത്തിന് അതീതമായിട്ട് വരുന്ന കഥകളിലേക്ക് കാര്യങ്ങൾ മാറാതെ ഓരോ കഥകളും ഓരോ പോയിന്റും ഓരോ എവിഡൻസായി അനലൈസ് ചെയ്ത് അതിനുശേഷം അതിന്റെ കറസ്പോണ്ടിങ് ആയ കൊറോബറേറ്റീവായ എവിഡൻസും കൂടി കണക്ട് ചെയ്തതിനു ശേഷം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. പക്ഷെ പോലീസ് അത് ഭംഗിയായി ചെയ്യും. കാരണം വെച്ചാൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ പോലീസിനെ ഇങ്ങനെയുള്ള കൊലപാതക കേസുകളൊക്കെ ന്യായമായും തെളിയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പോലീസിന്റെ ഒരു ആത്മാർത്ഥമായ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ഈ കേസിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകാനും പൊതുസമൂഹത്തിലുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി കൊടുക്കാനും പോലീസിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയംവദയുടെ ബന്ധു തന്നെ പറയുന്നത് ഈ ഒരു വിനോദുമായി ബന്ധപ്പെട്ട് നല്ലൊരു രീതിയിലല്ലായിരുന്നു വിനോദിന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒരു സഹകരണം ഒന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യക്ഷത്തിൽ അവർക്കൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പണമിടപാടുമായി മാത്രം ബന്ധപ്പെടുത്തി നമുക്ക് ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കാരണം കഴിഞ്ഞ ദിവസം സാർ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു യുവതിയെ ആന ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞ് ഭർത്താവ് തന്നെ പോലീസിൽ വരികയും പിന്നെ കേസ് അടിമുടി മാറുകയൊക്കെ ചെയ്തൊരു കഥയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കഥ മെനഞ്ഞുണ്ടാക്കിയതായിരിക്കുമോ ഈ നെയ്യാറ്റിൻകരയിലും സംഭവിച്ചിരിക്കുന്നത്? അല്ല, അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നതാണ്. പോലീസ് അതിന് വ്യക്തമായ അന്വേഷണം നടത്തണം. കാരണം ഓരോ കഥകളും മാത്രം എവിഡൻസ് കളക്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഓരോ തെളിവുകളും ഓരോ പോയിന്റ്സും ഓരോ ഇൻഫറൻസും മുന്നോട്ട് പോകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ ഫിസിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തെളിവുകൾ പോലീസിന് വേണം. അപ്പൊ അത്തരത്തിൽ പോലീസ് എല്ലാ ഇൻവെസ്റ്റിഗേഷനിൽ എല്ലാ തെളിവുകളും കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ മോട്ടീവും പണസംബന്ധമായോ അല്ല വേറെ വല്ല ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ല താല്പര്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അന്വേഷണം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ടാസ്ക് വളരെ ഒരു ഹെവി ടാസ്ക്കാണ് പോലീസിന് മുന്നിലുള്ളത്. കാരണം നമ്മളൊക്കെ പൊതുസമൂഹത്തിൽ പല കാര്യങ്ങളും ഇതേക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ കേസ് നമുക്ക് പൊതുസമൂഹത്തിൽ നിന്നുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് ഉത്തരവാദിത്തം പൂർണ്ണമായും പോലീസിന് തന്നെയാണ്. അത് അത്തരത്തിൽ പോലീസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.